പിന്നെ ചർച്ചയിലേക്ക് ശ്രീ ജോസഫ് ആന്റണി, ഉടൻ യുദ്ധം അവസാനിപ്പിക്കും എന്ന സൂചന ട്രംപ് നൽകുമ്പോൾ പോലും ഏറ്റെടുത്ത പണി പൂർത്തിയാക്കും എന്നതാണ് നെതന്യാഹു നൽകുന്ന ഉറപ്പ്. ഒരിഞ്ച് പോലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന കാര്യവും സൂചിപ്പിക്കുന്നു. മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ട്രംപ് എന്ത് പറഞ്ഞാലും ഉടൻ ഒരു സമാധാനം അവിടെ ഉണ്ടാകില്ല എന്നതിൻ്റെ സൂചനകളാണോ? ഇപ്പോഴും അവിടെ ആക്രമണങ്ങൾ തുടരുന്നു എന്ന വിവരങ്ങൾ വന്നും കൊണ്ടും ഇരിക്കുന്നു. ഈ നെതന്യാഹു തന്നെ പറഞ്ഞു, എന്റെ ഈ യുദ്ധത്തിലുള്ള 2 ലക്ഷ്യങ്ങൾ, ഒന്ന് ഈ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക, ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കുക. ഈ 2 വർഷം യുദ്ധം തുടങ്ങി 2 വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ പോലും ഈ 2 ലക്ഷ്യങ്ങളും പൂർണ്ണമായും നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ, ഇസ്രായേലി ജനങ്ങൾ പാതയിലാണ്. എന്ന് മാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞെന്താ, എന്റെ ആത്മീയ ദൗത്യമാണ് ഈ എറച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന, അതായത് ഗ്രേറ്റർ ഇസ്രായേൽ, വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന ബിബ്ലിക്കൽ കോൺസെപ്റ്റ് സ്ഥാപിക്കുക എന്നത്. വാസ്തവത്തിൽ ഈ നമ്മൾ കാണേണ്ട കാര്യം, ഈ ആധുനിക സമൂഹത്തിൽ എങ്ങനെയാണ് ഇസ്രായേൽ അവിടെ സ്ഥാപിക്കപ്പെട്ടത്? ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ടത് അന്തർദേശീയ സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി ഇസ്രായേൽ സ്ഥാപിക്കപ്പെടുന്നത് എങ്ങനെയാണ്? 1917 ബാൽഫർ ഡിക്ലറേഷനിലൂടെയാണ്. ബാൽഫർ ഡിക്ലറേഷൻ ബ്രിട്ടൻ പുറപ്പെടുവിച്ച, അവിടുത്തെ വിദേശകാര്യമന്ത്രി പുറപ്പെടുവിച്ച ഡിക്ലറേഷനാണ്. വെറും 2 പാരഗ്രാഫുകളുള്ള ഡിക്ലറേഷനാണ്. ആ ഡിക്ലറേഷന്റെ 2ാമത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായി അവർ പറയുന്നത് എന്താ പറയുന്നത്? ഇസ്രായേൽ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. അതായത് ഈ പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് യഹൂദർക്ക് ഒരു രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അനുവാദം നൽകുന്നു എന്നാണ്. അതായത് പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം, ചരിത്ര രേഖയാണ്, പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ യഹൂദർക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അനുവാദം നൽകുന്നു. അങ്ങനെ സ്ഥാപിക്കുമ്പോൾ പലസ്തീൻ വംശജർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്ന് ബാൽഫർ ഡിക്ലറേഷൻ, വളരെ ചെറിയ ഒരു രേഖ, ഒരു അര പേജ് മാത്രമുള്ള ആ രേഖ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകളും വായിച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഒന്നാമത്തത്. 2ാമത്തത്, 1947 ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടത്. ആ ഇസ്രായേൽ വളരെ വലിയ ഈ ഡോക്യുമെന്റ് ആണ് ആ റെസൊല്യൂഷൻ. ആ ഡോക്യുമെന്റിൽ നിരന്തരം ആവർത്തിക്കുന്നത് പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് അനുവാദം നൽകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 50% ഇസ്രായേലുകൾക്കും 40% പലസ്തീനുകൾക്കും എന്ന് പറഞ്ഞുള്ള പ്രഖ്യാപനം വന്നത്. ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ രേഖയിലും വളരെ കൃത്യമായി പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ രാഷ്ട്രം സ്ഥാപിക്കാൻ അനുവാദം നൽകുന്നു പറഞ്ഞു. 1948 മെയ് മാസം 14 ഡേവിഡ് ബെൻഗൂറിയൻ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ 1ാമത്തെ പ്രധാനമന്ത്രി ഈ പ്രഖ്യാപനം നടത്തി. ശ്രദ്ധിക്കണം, അദ്ദേഹം പറഞ്ഞ പ്രഖ്യാപനമുണ്ട്. ആദ്യമൊക്കെ കുറച്ച് വാചകങ്ങൾ പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നു, വി ഹിയർ ബൈ ഡിക്ലെയർ ജൂയിഷ് സ്റ്റേറ്റ് ഇൻ പാലസ്തീൻ. ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇസ്രായേൽ എന്നുള്ള പേരിൽ ഞങ്ങളൊരു യഹൂദ രാഷ്ട്രം സ്ഥാപിക്കുന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യമാണ്. പാലസ്തീൻ എന്ന് പറയുന്ന ചരിത്രപരമായ രാജ്യത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ആളുകൾക്ക് പുറത്തുനിന്ന് വന്ന് ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ അനുവാദം കൊടുക്കുന്ന, അപ്പൊ അങ്ങനെയുള്ള ഒരു വസ്തുത നിലനിൽക്കെ ഇവിടെ ഇതെല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ചരിത്ര നിഷേധപരമായ, വസ്തുതാപരമല്ലാത്ത ഒരു ജനതയെ ആ രാജ്യത്ത് നിന്ന് ആട്ടിപ്പായിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. നമുക്കറിയാം, 1948 തന്നെ 7.5 ലക്ഷം പലസ്തീനികൾ ഈ ഇസ്രായേലിലെ യഹൂദന്മാരുടെ ആക്രമണത്തിൽ അവിടെ വിട്ടുപോയി. ഇന്ന് അതിനെ തിരിച്ച് പുനഃസ്ഥാപിച്ചുകൊണ്ട് ആ രാഷ്ട്രം സ്ഥാപിച്ചാൽ മാത്രമേ ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ശരി, എന്തായാലും മഹ്മൂദ് അബ്ബാസ് കഴിഞ്ഞ ദിവസം പൊതുസഭയെ ഓൺലൈനിൽ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഗസയിൽ നിന്ന് പലസ്തീനികൾ ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല എന്നുകൂടിയാണ്. നമുക്ക് കാത്തിരിക്കാം സമാധാനം പുലരുമോ എന്നത്. ട്രംപിൻ്റെ വാക്കാണ് അവസാന വാക്ക്. പക്ഷേ മാറ്റിയും മറിച്ചും ഒക്കെ പറയാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തിയാണ് ട്രംപ് UN-ൽ സംസാരിച്ചപ്പോഴും എന്താണ് പറഞ്ഞത് എന്നത് ലോകം കേട്ടതാണ്. ഇസ്രയേലിനെ എങ്ങനെ പിന്താങ്ങി എന്നത് കേട്ടതാണ്. എങ്കിൽ പോലും ഇപ്പോൾ വെടിനിർത്തൽ ഉണ്ടാകും എന്ന സൂചനകളെ പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് നോക്കിക്കാണാം. 2 അതിഥികൾക്കും നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.